ഗൈസ്, അപ്പം നമ്മളിപ്പം നമ്മളെ പൂക്കി CM ചീഫ് മിനിസ്റ്റർ VD സതീശൻ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അടുത്ത്. എന്തുകൊണ്ടാണ്, ഏത് ഇതുകൊണ്ടാണ് ട്രെൻഡായത് എന്നെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ പൂക്കി CM എന്ന് പറഞ്ഞ് വൻ ട്രെൻഡിങ്ങിലാണ് നടക്കുന്നത്. നമ്മൾ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. VD സദാശിവനാണ്, കോൺഗ്രസ്സിലുള്ള. അപ്പോൾ അവരാണ് ജയിച്ചത്. അപ്പോൾ അത് കാരണം ഫുൾ ട്രെൻഡ് നടക്കുകയാണ്. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. നമ്മളെ ചീഫ് മിനിസ്റ്റർ എന്നെ വിചാരിച്ച് കാണില്ല ഒരിക്കലും ഇങ്ങനെ ട്രെൻഡ് ആവുന്നു. ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം. ആ വീഡിയോയിൽ എന്താണ് നടന്നത് ഒരു ബ്രീഫ് പോലെ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. എന്താണ് ആ സംഭവം എന്നൊന്ന് കാണാനേ നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. എന്തായാലും ഞാൻ അവിടെ ഒന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഇതൊരു ഫൺ വീഡിയോ പോലെയാണ്. കാരണം ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് ആയിക്കൊണ്ട് കിടക്കുന്നത്. അത് കാരണം ഞാനൊന്ന് വിചാരിച്ചൊന്ന് റിയാക്ഷൻ വീഡിയോ പോലെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്ക് പറയാം. എന്തായാലും തകർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം. മോഡിഫിക്കേഷൻ എന്താ എക്സ്പ്രഷൻ എൻ്റെ മോനെ, അതൊക്കെ കയറി എന്റെ മോനെ. ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെയാണ്. അല്ലാതെ വെറുതെ ഒത്തിട്ടാൻ വേണ്ടി പറഞ്ഞാണോ? പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ മോനെ അത് ഒരു രക്ഷയില്ല. അതാണ് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ. ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ ഇട്ട് വൻ പൊളിയായിരുന്നു. പുള്ളിക്കാരൻ വന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇത് മിക്കവാറും പൊളിക്കും. ഇപ്പം തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും വാക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നടക്കില്ലേ നോക്കാം. കാരണം അത്ര ഉറപ്പായിട്ടും പറയുന്നു. ഇനിയിപ്പം കണ്ടു അറിയാം. പക്ഷേ ഇതൊന്ന് കയറിയും കൊളുത്തി. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആൾക്കാർ ഇത് ഇങ്ങനെ റീലിട്ടുകൊണ്ടിരിക്കുമോ. അപ്പം വീണ്ടും ഇപ്പം ഞാനൊരു ഇത് കണ്ടായിരുന്നു, ചോദിച്ചായിരുന്നു. അപ്പം ഇത് സാറിൻ്റെ ഇപ്പോൾ പൂക്കി CM ആണെന്നല്ല അറിയപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിച്ചു ഒരാൾ. അപ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ അതങ്ങ് പിള്ളേരല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ സെറ്റാക്കി തരാം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് ചെയ്തതാണ്. അതങ്ങ് കയറി അങ്ങ് കൊടുത്തതെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും ഇപ്പം ഞാൻ അറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മോളാണ് കൊണ്ട് കാണിച്ചത് എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മൊത്തം വൻ വൈറലായി ഇരിക്കുകയാണ് ആ സാധനം. എന്തായാലും കൊള്ളാം. ഇത് മിക്കവാറും നല്ലൊരു വൈറൽ കണ്ടന്റ് ആവാനുള്ള ചാൻസ്. ഇപ്പോഴേ വൈറൽ വൺ ഹിറ്റായി. ഫുൾ എല്ലാവരും ഇതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരാൾ ചോദിക്കുന്ന ആൾ ഇത് എടുത്തത് അത് എവിടെ നിന്നോ വന്നതാണ്. ഇപ്പം അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടുന്നുണ്ട്. ആ ഒരു ചെറുക്കൻ തന്നെ പറഞ്ഞായിരുന്നു ഇത് അങ്ങനെ ഞാൻ ഇത് നടപ്പിലാക്കി തരുമോ ഇല്ലയോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതൊന്ന് വന്ന് ചോദിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി ഈ വീഡിയോ ഇട്ട് വൈറലാക്കിയാൽ. ജസ്റ്റ് കോമഡിക്കായിരിക്കും, അല്ലാതെ വേറെ ഒന്നിനല്ല. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ വൻ വൈറലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി അതിന് റിയാക്ഷൻ വീഡിയോ പോലെ ഒന്ന് ചെയ്യാൻ. കാരണം അത്ര അടിപൊളിയായിട്ടിരിക്കുന്നു ഈ വീഡിയോ. ഇപ്പോൾ വൈറൽ കണ്ടൻറ്റാണിത്. അത് കാരണം ഞാൻ ഒന്ന് വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്തായാലും തകർത്ത ഒരു വീഡിയോ, ഒരു രക്ഷയില്ല. ഇതെല്ലാവരും ഇപ്പോൾ റിമിക്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ആക്ച്വലി നടന്നത്. ഇതെല്ലാവരും മാറ്റി ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും കൊള്ളാം. പിന്നെ 3 കാര്യങ്ങൾ ചെയ്തായിരുന്നു. ഇപ്പം വന്നിട്ട് 3000 രൂപ കൂട്ടി പെൻഷൻ ഇപ്പോൾ 12,000 രൂപ ആക്കി. പിന്നെ സ്ത്രീകൾക്ക് KSRTC ബസ് ഫ്രീ ആണ്. ജൂൺ 15 മുതലേ അതിൽ ആരംഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നോക്കാം. എന്തായാലും ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. പുള്ളിക്കാരൻ വന്ന് ഇനിയിപ്പം മാറട്ടെ നാട്. 10 വർഷത്തോളം പിണറായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. എന്തായാലും കൊള്ളാം. അടിപൊളി ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഓരോന്ന് വരും. ഇപ്പോൾ ഇതാണ് ന്യൂസ് കിട്ടിയത്. പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ അതങ്ങ് കയറി അങ്ങ് കൊളുത്തി. അത് കാരണം ആൾക്കാർ ഇത്രയും ഹിറ്റായി ഇപ്പം നിൽക്കുന്നത്. എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ. അത് കാരണം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് റിയാക്ഷൻ പോലെ ഒന്ന് ആക്കാമെന്ന്. എന്തായാലും നിങ്ങൾ
ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എങ്ങനെയുണ്ട്? പൊളിയായിരുന്നു അത്. എക്സ്പ്രഷൻ ഒന്നും പറയാനില്ല സാർ. അപ്പോൾ എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നത് കണ്ടോ ഇല്ലയോ, പിന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങൾ ചിലപ്പോൾ റീൽ ചെയ്ത ആൾ തന്നെ ആയിരിക്കാം. എല്ലാം നിങ്ങൾ പറയും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ. ഒരു വീഡിയോയും കൂടെ ഇപ്പം ഒരു ചിരിയും കൂടെ ഇവിടെ വൈറലായിട്ടുണ്ട്. അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിക്കാം. എന്തായാലും ഫുള്ള് ഇതാണ്. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതുകൂടെ ഞാൻ ഇതിലായിട്ട് കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോട്ടോ മാത്രമേ അത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ പറഞ്ഞവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് ബൈ.